ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് വന്ന ചോയ്സ് തന്നെ ഊട്ടീനായിരുന്നു കേട്ടോ. ആർക്കും അതിന് വലിയ എതിരഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഊട്ടീനെ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മിഡിൽ ക്ലാസ് ഫാമിലീസൊക്കെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ചൂസ് ചെയ്യുന്ന സ്പോട്ട് അറിയുന്നത് അത് ഊട്ടി തന്നെയാണ് അല്ലേ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നാണ് ഒരു പൊതുവേ ഉള്ള സംസാരം. പക്ഷേങ്കിൽ അങ്ങോട്ടുള്ള ആ യാത്രയും അവിടുത്തെ ആ ക്ലൈമറ്റും ഒക്കെ മൊത്തത്തിൽ ഒരു ഫാമിലി വൈബിന് പറ്റിയ സ്പോട്ടായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആവും എല്ലാവരും ഫാമിലി ട്രിപ്പിന് ഊട്ടി അധികമായിട്ടും ചൂസ് ചെയ്യണല്ലേ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ട് ഊട്ടി കാണുന്നവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇമ്മയും ഇമ്മമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഊട്ടി വിസിറ്റ് ചെയ്യാൻ പോണത്. അങ്ങനെ ചുരം കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഡയലോഗ് പോലെ അതും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഊട്ടിയിലെത്തി ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത ടീ ഫാക്ടറി ആയിരുന്നു കേട്ടോ. ഒരു നീണ്ട ക്യൂവിന് ശേഷം ഒരു അര ഗ്ലാസ് ചായയും കുടിച്ചിട്ട് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ ഓരോ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഈ സ്വീറ്റ്സ് ഓര് തന്നതായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞാണ്ട് നമ്മളെ മെയിൻ സ്പോട്ട് അറിയുന്നത് കർണാടിക് ഗാർഡൻ ആയിരുന്നേ. അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. ഊട്ടിയിൽ ഇതിന് മുമ്പും 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. ബൊട്ടാണിക് ഗാർഡൻ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ്. വലിയ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയുന്നത് മൊട്ടക്കുന്നായിരുന്നു കേട്ടോ. ഒരു എക്സാക്റ്റ് ഊട്ടി വൈബ് കിട്ടിയത് ഈ മൊട്ടക്കുന്ന് വന്നിട്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇത്രയ്ക്ക് സെക്യൂർ ഒന്നല്ലായിരുന്നു കേട്ടോ. ഒരു ഫ്രീ സ്പേസ് ആയിരുന്നു. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറും വാതിലും ഗേറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് സെക്യൂർ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊട്ടക്കുന്നിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അതിന് പുറത്തുള്ള ഈ കടകളൊക്കെ കേട്ടോ. കളർഫുള്ളായ ഒരുപാട് കാഴ്ചകൾ ആ കടയിലുണ്ട്. പക്ഷേങ്കിൽ കാണാനുള്ള ഭംഗി തന്നെ ഉള്ളൂ. ഒന്നും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ 1-2 ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ. പിന്നെ എല്ലാ ട്രിപ്പത്തെയും മടക്കയാത്രയിൽ സ്ഥിരം കുറച്ച് കാഴ്ചകളുണ്ടല്ലോ, അതിന് ഞങ്ങളുടെ ട്രിപ്പിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എല്ലാവരും നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ നിങ്ങളാരും മറക്കൂലല്ലോ.